എൻ്റെ പേര് ആൽബിനസ് ജോയ് എന്നാണ്. എനിക്കിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ SSC വഴി ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഇൻ സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് കിട്ടിയിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എക്സാം ഹാളിലിരിക്കുന്ന സമയത്ത് നമ്മൾ മാസങ്ങളോളം പഠിച്ചത് എല്ലാം നമ്മുടെ ഓർമ്മയിൽ വരണം. BTech കഴിഞ്ഞ ഉടനെ തന്നെ MTechന് ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഞാനത് പ്ലേസ്മെൻറ്റ് പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ ഫൈനൽ ഇയറിൽ പ്ലേസ്മെൻറ്റ് കിട്ടിയില്ല. മെയിൻലി 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ TSC SSC ടെസ്റ്റ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ പേര് ആൽബിനസ് ജോയ് എന്നാണ്. ഞാൻ 2025 MTech CET എന്ന് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത മാസം തന്നെ ഇവിടെ സിവിലിയൻസിലെ ട്രിവാൻഡ്രത്തെ ഡയറക്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്തു. മാത്രമല്ല SSC JE ആയിരുന്ന എല്ലാ വർഷത്തിലും എക്സാം നടത്തുന്നതാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ അങ്ങനെ ടാർഗറ്റ് സെറ്റായിട്ട് നിൽക്കുകയാണ്. നമ്മൾ നന്നായിട്ട് പഠിച്ചത് നേടിയാൽ മാത്രം മതി എന്നുള്ള കാര്യം മാത്രമേ അവശേഷിച്ചതുള്ളൂ. ഇവിടെ കേരളത്തിലെ തന്നെ നമ്പർ 1 സിവിൽ എഞ്ചിനീയറിംഗ് കോച്ചിങ് ഇവിടെ സിവിലിയൻസിൽ തന്നെയാണുള്ളത്. മാത്രമല്ല വീക്കിലി ഉള്ള മോക്ക് ടെസ്റ്റുകളാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം ആക്ച്വൽ എക്സാമിനെ സിമുലേറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഇവിടുത്തെ മോക്ക് ടെസ്റ്റുകൾ നടക്കുന്നത്. ഫോളോ ചെയ്ത സ്ട്രാറ്റജിയെക്കുറിച്ച് പറയാനാണെങ്കിൽ മാക്സിമം സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഹൈ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ് എല്ലാം തന്നെ ആദ്യം നോക്കിയതിന് ശേഷം ലോ വെയിറ്റേജ് ഉള്ളത് ഉൾപ്പെടെ എല്ലാം നോക്കണം. നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ യൂണിവേഴ്സിറ്റി ടെസ്റ്റ് പോലെ ഡിസ്ക്രിപ്റ്റീവായിട്ട് അങ്ങ് എഴുതിയ മാർക്ക് കിട്ടുന്നതല്ല. കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈസി എന്നൊരു തോന്നലുണ്ടാകും. പക്ഷേ അങ്ങനെയല്ല, കൺഫ്യൂസ് ആകുന്ന തരത്തിലായിരിക്കും ഓപ്ഷൻസ് എല്ലാം ഇട്ടിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം നമ്മുടെ ആക്ച്വൽ എക്സാം എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ മോക്ക് ടെസ്റ്റ് നടക്കുന്നത്. ഇവിടെ ആയിരുന്ന എല്ലാ ആഴ്ചയും മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിന് റാങ്ക് ലിസ്റ്റ് വിടും. അപ്പോൾ നമ്മുടെ പൊസിഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ നാലാമത്തെയാണ് ഈ റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മാസങ്ങളോളം പഠിച്ചത് എല്ലാം നമ്മുടെ ഓർമ്മയിൽ വരണം. കൺഫ്യൂഷൻ ഒന്നുമില്ലാത്ത തരത്തിൽ നമുക്ക് ഓർമ്മയിൽ വരണം. എങ്കിലേ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റൂ. അതിന് റിവിഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. BTech കഴിഞ്ഞ ഉടനെ തന്നെ MTechന് ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഞാനത് പ്ലേസ്മെൻറ്റ് പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ ഫൈനൽ ഇയറിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടിയില്ല. അപ്പോൾ ആ സമയത്ത് ഒരു വിഷമം ഉണ്ടായിരുന്നു, ഇനി നല്ല ജോലിയൊക്കെ കിട്ടുമോ എന്നുള്ള വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആക്ച്വലി ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന രീതിക്ക് സിവിലിയൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ AE പുതിയ ബാച്ച് തുടങ്ങുന്നതായിട്ട് കണ്ടത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവിടെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷമായപ്പോൾ തന്നെ SSC JE എനിക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ SSC വഴി ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഇൻ സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് കിട്ടിയിരിക്കുന്നത്. 2 tier-ആയിട്ട് ഈ എക്സാം നടക്കുന്നതിൽ ടോട്ടൽ 500 മാർക്സാണ് വരുന്നത്. അതിൽ 400 നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. അതുകൊണ്ട് അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ റിവിഷനാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പം റിവിഷൻ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി അത് എല്ലാവർക്കും ബോറിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അത് വളരെ ചലഞ്ചിങ് ആണ്. പഠിച്ച കാര്യം നമുക്ക് ഓർമ്മ കാണില്ലേ, ഇത് റിവൈസ് ചെയ്യണോ എന്നൊക്കെ തോന്നലുണ്ടാകും. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ റിവൈസ് ചെയ്യണം, എങ്കിലേ കൃത്യമായിട്ട് എക്സാം ടൈമിൽ ഓർമ്മ വരും. സിവിലിയൻസിലെ ക്ലാസ്സുകളെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ മികച്ച ക്ലാസ്സുകളാണ്. മാത്രമല്ല പ്രത്യേകിച്ച് പറയേണ്ടതാണ് വർക്കൗട്ട് സെഷൻസ്. ഇപ്പോൾ AEക്കൊക്കെ ആയിരുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അധികമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ആയിരുന്ന അതർ സ്റ്റേറ്റിൻ്റെതായിരുന്നാലും ESCയുടെ ആയിരുന്നാലും ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് ഈ വർക്കൗട്ട് സെഷൻസിൽ ചെയ്യാറുണ്ട്. ഒരു ഫേവറേറ്റ് ഫാക്കൽറ്റി എന്ന രീതിക്ക് പറയാനാണെങ്കിൽ നമുക്ക് ഈ ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് എടുക്കുന്ന ജിതിൻ സാർ എന്ന് പറയുന്നത് വളരെ മികച്ച രീതിക്ക് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിലായിരുന്ന IS കോഡൽ പ്രൊവിഷൻസ് ഒക്കെ ഇഷ്ടം പോലെ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ സാറായിരുന്ന ക്ലാസ്സിൽ പാട്ട് പാടുന്ന പോലെയാണ് പഠിപ്പിക്കുന്നത്. അതൊക്കെ വളരെ നമുക്ക് ഓർത്തിരിക്കാൻ വളരെയധികം എളുപ്പമുള്ളതാണ്. പിന്നെ എല്ലാവരും നല്ല രീതിക്ക് ഡീപ്പായിട്ട് തന്നെ കൺസെപ്റ്റ് എല്ലാം പറഞ്ഞു തരും. AEക്കൊക്കെ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നതാണ്. മോക്ക് ടെസ്റ്റുകളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്പെഷ്യൽ താങ്ക്സ് കൊടുക്കേണ്ട ഒരാളാണ് ഞങ്ങളുടെ ബാച്ച് കോർഡിനേറ്റർ ആയിരുന്ന അഞ്ജലി മാം. എല്ലാ ആഴ്ചയും കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ നടത്തുമായിരുന്നു. മാത്രമല്ല അതിൻ്റെ റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, അതിൽ ഈ മോക്ക് ടെസ്റ്റ് എഴുതാതെ മുങ്ങുന്ന കുറേ പേര് ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നു. അവരെ കൊണ്ട് റീടെസ്റ്റ് ഒക്കെ എഴുതിപ്പിക്കും. അങ്ങനെ മോക്ക് ടെസ്റ്റിൻ്റെ ഓവറാൾ ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത് ഞങ്ങളുടെ ബാച്ച് കോർഡിനേറ്ററാണ്. അപ്പോൾ നിങ്ങൾ മടിച്ച് നിൽക്കാതെ ഉടനെ തന്നെ കോച്ചിങ്ങിനൊക്കെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ സ്വപ്ന ജോലിയായിരുന്ന നിങ്ങളുടെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്, അത് നേടിയെടുക്കുക.